നമസ്തേ. 2026 വിഷുഫലം. ഉത്രാട നക്ഷത്രത്തിന്റെ കാല് ഉത്രാട നക്ഷത്രത്തിന്റെ മുക്കാല് മകരത്തിലുമാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് രണ്ട് ഭാവത്തിലാണ് ഗുണം ദോഷങ്ങൾ വരുന്നത്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും നല്ല ഭാവത്തിലായിരുന്നു നിന്നിരുന്നത്. ഒരു മാറ്റം, സാമ്പത്തികമായ പുരോഗതികൾ, പിന്നെ അതുപോലെ ജോലിയിൽ തന്നെ നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യത്തിൽ ഈ ഒരു വർഷം നമുക്ക് പകുതി സമയം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ വർഷത്തിന്റെ ഒരു ജൂൺ ജൂലൈ ഒക്കെ വരുമ്പോഴേക്കും ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ സാമ്പത്തിക പുരോഗതിയിൽ നിന്നൊക്കെ ഒത്തിരി കുറവ് അനുഭവപ്പെടാനായിട്ട് വരും. അതുപോലെ നമ്മുടെ വീട്ടിലെ നമുക്ക് തന്നെയായാലും രോഗാവസ്ഥകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ മകര രാശിക്കാരിൽ പെടുന്ന ഉത്രാട നക്ഷത്രക്കാരെ കഴിഞ്ഞൊരു വർഷം വളരെ സാമ്പത്തികമായ നഷ്ടവും കഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് ആ 3-ലെ ശനീശ്വരനൊക്കെ അവർക്ക് നല്ലൊരു മനോബലത്തെ കൊടുത്തിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അവർക്ക് 7-ലേക്ക് ഇങ്ങനെ വ്യാഴത്തിന്റെ ഒരു മാറ്റം വരുമ്പോൾ, അതായത് ഒരു പകുതി സമയം കഴിയുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു സമയത്തിലേക്കാണ് വരിക. അപ്പൊ നല്ല സമയം കർക്കിടകത്തിൽ വ്യാഴ ഉച്ചസ്ഥനാണ് എങ്കിലും അവര് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നല്ല പോലെ ഉണ്ട്. നമ്മളൊരു വീട്, വാഹനങ്ങൾ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു സമയമാണ്. വീട് പണിയൊക്കെ പകുതി സമയത്തും നമ്മൾ ബ്ലോക്കായിട്ട് നിന്നിരുന്നെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിലേക്ക് പോകാനായിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം പറ്റും. അപ്പോൾ മകരൻ രാശിയും ധനുരാശിയിലും വ്യത്യസ്തമായ ഗുണാനുഭവങ്ങളാണ് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല ഒരു മാറ്റമാണ് മകരൻ രാശിക്കാർക്ക് വരുന്നത്. അത് മനസ്സിലാക്കി ശിവക്ഷേത്രത്തിൽ പോവാം. പിന്നെ 2-ലെ രാഹുവാണ് അവർക്കുള്ളത്. അപ്പോൾ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളിലൂടെയാണ് നമുക്ക് നല്ല ഭാവങ്ങളിലേക്കും സാമ്പത്തികമായ പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വാക്കുകളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് സരസ്വതി ദേവീനെ ഇന്നും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് വരുന്നത്.